നമ്മൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് और इससे पहले कि हम लोग प्रार्थना करके इस मीटिंग को परमेश्वर के चरणों में समर्पित करें, അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. और हम परमेश्वर के जीवित कलाम से कुछ बातों को मनन करने जा रहे हैं. രജിസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠപുസ്തകം കിട്ടി, ഒരു നോട്ട്ബുക്കും കിട്ടിയിട്ടുണ്ട്. और जब आप लोगों ने वहाँ पर रजिस्ट्रेशन किया होगा तो रजिस्ट्रेशन के बाद में आपको एक गीत की किताब और एक नोट पैड मिला होगा. നിങ്ങൾ പേന കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പേനയും തന്നിട്ടുണ്ട്. और यदि आपने भूलवश पेन नहीं लाए होंगे तो आपको पेन भी मिला होगा. അതുകൊണ്ട് ഇന്ന് രാത്രി മുതൽ ഇവിടെ നടക്കുന്ന വചന ശുശ്രൂഷയുടെ സമയത്ത് നോട്ട് ബുക്കുകൾ തുറന്നു വെച്ച് ആ നോട്ടുകൾ എഴുതിയെടുക്കണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നു. और हम आपसे अनुनय निवेदन करते हैं कि आज शाम से जो भी वचन की मनादी यहाँ पर होती है, मेहरबानी करके आप अपने नोट पैड में हर एक मीटिंग्स के संदेशों को नोट करिएगा. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഹിന്ദിയിൽ വായിക്കണം. इफिसियों की पत्री उसका 5वां अध्याय 15 मुതൽ 17 वരെ और उसके 15 से लेकर 17वीं आयत तक मेहरबानी से हम लोग इस वचन को सुनेंगे. इफिसियों की पत्री 5वां अध्याय उसका 15 से लेकर 17वीं आयत तक. वहां पर यूं लिखा है, इसलिए ध्यान से देखो कि कैसी चाल चलते हो, निर्बुद्धियों के समान नहीं पर बुद्धिमानों के समान चलो. अवसर को बहुमूल्य समझो क्योंकि दिन बुरे हैं. इस कारण निर्बुद्धि ना हो पर ध्यान से समझो कि प्रभु की इच्छा क्या है. അല്പസമയം ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദുഷ്കാലത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച്. और आज की इस संध्या के समय में कुछ बातें मैं आपके समक्ष में ये रखना चाहता हूं कि जबकि हम एक ऐसे दौर में गुजर रहे हैं या जी रहे हैं जिसको दुष्ट काल कहा जाता है, उसमें हम कैसे अपने जीवन का यापन करेंगे. നമ്മൾ ജീവിക്കുന്നത് ഒരു ദുഷ്കാലമാണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. और हमें मालूम है कि हम एक ऐसे दौर में जी रहे हैं जो दुष्टों का दौर है. ഡൂംസ് ഡേ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ക്ലോക്ക് ഉണ്ട്. ഡൂംസ് ഡേ ക്ലോക്ക്, डोम्स डे क्लॉक करके एक घड़ी है. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അണ്വായുധങ്ങൾ ലോകം കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്തൊരു ലോകമഹായുദ്ധം നടന്നാൽ അണ്വായുധങ്ങൾ ഉപയോഗിക്കപ്പെടുകയും और दूसरे महाविश्व युद्ध के दरमियान इस जो घड़ी का जिक्र मैंने अभी आपके सामने किया उसको वहां पर खोजा गया. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ ഇനി ആരും ജയിക്കാൻ പോകുന്നില്ല, മൊത്തം മാനവരാശി നശിക്കുകയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചൊരു ക്ലോക്കാണ് ഡൂംസ് ഡേ ക്ലോക്ക്. और डोम्स डे क्लॉक जो घड़ी है उसको वैज्ञानिकों ने इस तरीके से खोज करके बताया कि अगला अगर कोई युद्ध विश्व तौर पर होता है तो जो मानव प्रजाति है वो लगभग खत्म हो जाएगी. ഒരു ഭാഗത്ത് അമേരിക്കയുടെ നേതൃത്വത്തിലും മറ്റേ ഭാഗത്ത് റഷ്യയുടെ നേതൃത്വത്തിലും അണ്വായുധങ്ങൾ ധാരാളമായിട്ട് ലോകരാജ്യങ്ങൾ സമ്പാദിച്ചു കൂട്ടാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഈ ക്ലോക്ക് അർദ്ധരാത്രി അടിക്കുമ്പോൾ മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകും. और जब हम सबों को विदित है कि जो इस पूरे विश्व के ताकतवर देश हैं, अमेरिका हो चाहे रूस हो, उनके पास में जो परमाणु बम और उस तरह की चीज़ें हैं, उसके मद्देनज़र इस बात का जिक्र वहाँ पर किया गया कि यदि इस घड़ी के घंटे को यदि बजता हुआ सुने तो आप ये समझ लें कि विश्व युद्ध शुरू होने जा रहा है. വർഷത്തിലൊരിക്കൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള അറ്റോമിക് സയൻറ്റിസ്റ്റ്, ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ഒന്നിച്ചു കൂടിയിട്ട് ഈ ക്ലോക്ക് കൈകൊണ്ട് തിരിച്ചു വെക്കും. ഇനി ഇത്ര സെക്കൻഡൂടെ അല്ല ഇത്ര മിനിറ്റൂടെ ഉള്ളൂ പാതിരാത്രിയാകാൻ. और इस दुनिया के जितने महान परमाणु वैज्ञानिक हैं उन लोग अपना भरसक प्रयास करते कि उस डोम्स क्लॉक की जो सुइयां है उसको थोड़ा सा घुमा करके रख दें. കഴിഞ്ഞ വർഷം അവർ 90 സെക്കൻഡ് കൊണ്ട് ആ ക്ലോക്ക് നിർത്തിയിരിക്കുകയാണ്. और पिछले साल उन्होंने उसको 90
90 सेकंड के लिए उसको पीछे रोक दिया। അവരുടെ കണക്കനുസരിച്ച് ഇനി 90 സെക്കൻഡൂടെ ലോകം മുമ്പോട്ട് പോയാൽ മതി അടുത്ത ലോകമഹായുദ്ധം തുടങ്ങാൻ. और उनका जो आंकड़ा है वो ये कहता है कि अगर 90 सेकंड अगर ये घड़ी की सुई आगे निकल गई तो विश्व के अंदर में एक बड़ा युद्ध छिड़ सकता है। ഈ അടുത്ത സമയങ്ങളിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും മൂന്നാം ലോകമഹായുദ്ധം വരാൻ പോകുന്നു എന്ന് സംസാരിക്കാൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. और पिछले दिनों में इस पूरे विश्व के बड़े बड़े नेता लोगों ने इस बात का जिक्र किया है कि आने वाला जो वक्त है वो तीसरे विश्व युद्ध की ओर बढ़ रहा है। അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു ദുഷ്കാലമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. और इसमें कोई संशय नहीं है कि मैं और आप जिस दौर से होकर के अपनी जिंदगी को जी रहे हैं वो एक दुष्ट काल का दौर है। രാഷ്ട്രീയ മണ്ഡലത്തിൽ മാത്രമല്ല മറ്റെല്ലാ മണ്ഡലങ്ങളിലും അത് വ്യാപരിക്കുന്നുണ്ട്. और आप किसी भी स्तर में देख लीजिए, वो केवल एक स्तर में नहीं लेकिन हर स्तर और हर परिस्थिति में उस नकारात्मक दौर से होकर के गुजर रहा है। നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഓരോ ദിവസവും എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നു. हम अपने देश के अंदर में ही देखें, अपने आसपास देखें कि हम कितनी समस्याओं से इन दिनों में जूझ रहे हैं। അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? और ऐसे समय में हमें क्या करना चाहिए? വേറൊരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം. एक और वचन में आपको बताना चाहूंगा। യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാം വാക്യം. यूहन्ना रचित सुसमाचार उसका 9वां अध्याय और उसके 4थी आयत के अंदर में हम लोग यूं पढ़ते हैं। यूहन्ना 9:4 वहां पर यूं लिखा है, जिसने मुझे भेजा है हमें उसके काम दिन ही दिन में करना अवश्य है। वो रात आने वाली है जिसमें कोई काम नहीं कर सकता। ആ ചെറിയ വാക്യത്തിൽ 3 സന്ദേശങ്ങൾ കിടപ്പുണ്ട്. और इस छोटे से वचन के अंदर में 3 संदेश निहित हैं। നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞൊരു വാചകമാണത്. और स्वयं हमारे प्रभु यीशु मसीह ने इन वचनों को कहा है। ഒന്നാമത്തെ സന്ദേശം ഇതുവരെ രാത്രി ആയിട്ടില്ല. और पहला संदेश यह है कि अभी तक वो रात नहीं हुई है। നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന പ്രയാസങ്ങളുടെ നടുവിൽ നിങ്ങൾ വിചാരിക്കും ഇതാണ് അർദ്ധരാത്രി എന്ന്. और आप अपने जिंदगी के उन दौरों से होकर के जब गुजरते हैं तो आपको लगता है कि शायद यही वो रात है। എന്നാൽ യേശു പറയുകയാണ് ഇതുവരെ രാത്രി ആയില്ല. लेकिन मेरा यीशु कहता है कि अभी वो रात आई नहीं है, എന്നാൽ രാത്രി വരുന്നുണ്ട്. लेकिन वो रात आने वाली है। ആ രാത്രിക്ക് കർത്താവ് നൽകിയ നിർവചനം നിങ്ങൾക്കൊന്നും ചെയ്യാനൊക്കാത്ത എല്ലായിടത്തും നിങ്ങളെ ബന്ധിക്കുന്ന ഒരു മണിക്കൂറായിരിക്കും, ഒരു നാഴികയായിരിക്കും അത്. और वो एक ऐसा पहर होगा जब मेरा प्रभु यीशु कहता है कि आप अपने आप में ऐसे बंध जाएंगे कि आप कोई भी कार्य नहीं कर पाएंगे। അതിലെ മൂന്നാമത്തെ സന്ദേശം ഇതാണ്. और उसका जो तीसरा संदेश है वो ये है, രാത്രി പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ഈ സമയം വേസ്റ്റ് ചെയ്യാതെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. और रात आने वाली है, रात आने वाली हो बोल करके अभी का जो समय है उसको आप व्यर्थ ना गवाएं, लेकिन अभी जो समय है उस समय का सदुपयोग करिए। നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും യേശുക്രിസ്തു ഫസ്റ്റ് പേഴ്സണൽ തന്നെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. और यदि उस वचन को आप बड़ी गौर से उसको समझेंगे तो प्रभु यीशु मसीह ने अपने स्वयं के लिए वो बात कही है। യേശുക്രിസ്തു സർവശക്തനാണെന്ന് നമുക്കറിയാം. क्योंकि हमें मालूम है कि हमारा प्रभु यीशु मसीह सर्वशक्तिमान है। ലോകത്തിൽ ജീവിച്ചപ്പോൾ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തവൻ. और जब इस ब्रह्मांड के अंदर में, इस कायनात के अंदर में मेरा यीशु जीवित था तो उसने बड़े बड़े आश्चर्य कर्म किए। മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. और मेरा यीशु वो शख्स है जिसने मुर्दों को जिंदा किया। 10,000ങ്ങളെ തന്റെ ലാവണ്യ വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിച്ചവനാണ്. और मेरा यीशु वो शख्स है जिसने 10,000 से भी ज्यादा लोगों को अपने उन सुमधुर और मीठे बोलों के द्वारा तृप्त किया। എന്നാൽ യേശു പറയുകയാണ് എന്റെയും ജീവിതത്തിൽ ഒരു രാത്രി വരാൻ പോകുന്നു. लेकिन वही यीशु कहता है कि मेरी भी जिंदगी में वो रात आने वाली है। എനിക്കും ഒന്നും ചെയ്യാനൊക്കാത്ത ഒരു നാഴിക വരുന്നുണ്ട്. और एक ऐसा पहर आने वाला है कि मैं भी कोई काम करने योग्य नहीं रहूंगा। ആ നാഴിക വരുന്നെന്ന് പറഞ്ഞ് ഭയപ്പെട്ട് ഞാൻ വീട്ടിൽ കയറിയിരിക്കുകയല്ല. और वो रात आने वाली है, वो पहर आने वाली है बोल करके मैं घबरा करके घर के अंदर में बैठा नहीं रहूंगा। എനിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സമയം ഞാൻ നന്നായിട്ട് ഉപയോഗിക്കാൻ പോകുന്നു. लेकिन अभी वर्तमान का जो समय है उसका सदुपयोग मुझे करना है। സുവിശേഷ വയലിൽ അധ്വാനിക്കുന്ന വേലക്കാരോട് ഇന്ന് രാത്രികാലം എനിക്ക് പറയാനുള്ളതാണ്. और सुसमाचार की खेत में मेहनत करने वाले
सुसमाचार के सेवकों से मैं कहना चाहता हूं, ഒരു രാത്രി വരുന്നുണ്ട്, एक रात आने वाली है നിങ്ങൾക്കൊന്നും ചെയ്യാനൊക്കാത്ത ഒരു നാഴിക നാളെ വന്നേക്കാം. और एक ऐसा पहर आने वाला है कि आप कुछ भी कार्य नहीं कर पाएंगे, എന്നാൽ ആ നാഴിക ഇതുവരെ എത്തിയില്ല, लेकिन वो पहर, वो घड़ी अभी तक आई नहीं, രാത്രി ആയിട്ടില്ല. वो रात अभी आई नहीं, ഇപ്പോൾ പകലിന്റെ മണിക്കൂറാണ്. क्योंकि अभी वो दिन का समय है. ഇപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ अभी हम कुछ भी कर सकते हैं मेरा जीजों. ഇപ്പോഴും നമുക്ക് ആത്മാക്കളെ നേടാനൊക്കുന്ന अभी സമയമാണ്. भी हम अपने इस देश के अंदर में आत्माओं को जीत सकते हैं. ഇപ്പോഴും നമുക്ക് കർത്താവിനെ ഉയർത്താവുന്ന സമയങ്ങളാണ്. अभी भी हम अपने उस सर्वशक्तिमान प्रभु यीशु मसीह के नाम को ऊंचा उठा सकते हैं. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൗനമായിരിക്കാതെ നമുക്ക് വയലിലേക്ക് ഇറങ്ങി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. इसलिए समस्या आ रही है बोल करके चुपचाप ना रहे, लेकिन हम उस खेत के अंदर में निकले और अपनी मजदूरी को बखूबी निभाएं. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞു നിർത്താം. 2-3 बातें बहुत जल्द मैं आपके समक्ष रखना चाहता हूं. നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. और जो वचन हमने पढ़ा था उसमें हम वापिस आएंगे. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. इफिसियों की पत्री उसका 5वां अध्याय और उसके 15वीं आयत के अंदर में. അവിടെ ഒന്നാമതായിട്ട് നമ്മളോട് പറയുന്നത് ദുഷ്കാലത്ത് നമ്മൾ സൂക്ഷ്മതയോടുകൂടെ നടക്കണം. और जब हमें मालूम है कि ये दिन बुरे हैं, इसलिए बड़ी समझदारी से हमें चलना होगा. 15-ാം വാക്യം നമ്മൾ വായിക്കുന്ന ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കുകയും. और उसके 15वीं आयत के अंदर में लिखा है कि इसलिए ध्यान से देखो कि कैसी चाल चलते हो, निर्बुद्धियों के समान नहीं पर बुद्धिमान के समान चलो. അവിടെ നമ്മൾ മലയാളത്തിൽ സൂക്ഷ്മത്തോടെ നടക്കണമെന്ന് വായിക്കുന്നു. और मलयालम अनुवाद के अंदर में लिखा है कि बड़े बारीकी के साथ हमें चलना पड़ेगा. ഞാൻ എൻ്റെ ഫോണിലെ ഹിന്ദി ബൈബിൾ നോക്കിയപ്പോൾ അവിടെ ധ്യാൻ സേ ചലോ എന്ന് എഴുതിയേക്കുന്നത്. और हिंदी बाइबल में जब मैंने देखा तो उसमें लिखा है कि ध्यान से चलो. പക്ഷെങ്കിൽ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് വോക്ക് സർക്കംസ്പെക്ട്ലി. लेकिन अंग्रेजी अनुवाद के अंदर में लिखा हुआ है कि परिस्थितियों को भांपते हुए, समझते हुए बड़ी बारीकी से अपने कदम को हम आगे बढ़ाएं. സർക്കംസ്പെക്ട്ലി നടക്കെന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു അർത്ഥം, വേറെ ഒരു അർത്ഥമുണ്ട്. और परिस्थितियों को समझ करके चलने का मतलब उसके पीछे बड़ा गहरा भाव छिपा हुआ है. അതെന്തെന്ന് ചോദിച്ചാൽ ഡു നോട്ട് ടേക്ക് അൺനെസസറി റിസ്ക്. इसका मतलब ये है कि बे मतलब कोई भी रिस्क हम ना उठाएं. ഞാൻ ആ വാചകം ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. और मैं फिर से इस बात को दोहराना चाहता हूं. Walk circumspectly means do not take unnecessary risk. परिस्थितियों को भांप करके चलने का मतलब यह है कि आप बेमतलब कोई भी रिस्क अपने जीवन में ना उठाएं. നമ്മൾ വേലക്കാർക്ക് ക്ലാസ്സുകൾ നാളെ എടുക്കുമ്പോൾ और जब आने वाले कल सेवकों की जब कक्षा यहां पर लगेगी, പല കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. और बहुत सी बातें हम आपके समक्ष में रखते हैं. ഞങ്ങൾ എല്ലാവരും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അൺനെസസറി ആയിട്ടുള്ള ഒരു റിസ്ക്കും എടുക്കരുത്. और हम शुरू से इस बात को आपको कहते आ रहे हैं कि बेमतलब किसी भी बात का रिस्क मत लीजिए. കാരണം ഡിസേൺമെന്റ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് ആണ്. क्योंकि जो परखना है वो एक आत्मिक वरदान होता है. ഞാൻ ഈ ദിവസങ്ങളിൽ പലയിടത്തും സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്ക് അല്പമെങ്കിലും ഇവർ ചിന്തിച്ചിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. और कई मर्तबा मैं ये इस बात को सोचने पे मजबूर हो जाता हूं कि फलाना व्यक्ति जो बोल रहा है क्या वो अपनी पूरी सोच समझ के साथ में बोल रहा है. ദൈവമക്കൾ എന്ന് പറയുന്ന വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇവർ അല്പമെങ്കിലും ചിന്തിച്ചിട്ടാണോ ഇവർ ഈ വാക്കുകൾ और ഉപയോഗിക്കുന്നത്. परमेश्वर के जन या परमेश्वर की संतान होने के नाते हम अपने मुंह से जो भी बातें निकालते हैं क्या सोच समझ के निकालते हैं. ദൈവദാസന്മാർ പരസ്പരം ഒറ്റിക്കൊടുക്കുന്നത് കാണുമ്പോൾ ഞാൻ എൻ്റെ നെറ്റിക്ക് വിരൽ വെച്ചുകൊണ്ട് ചിന്തിക്കാറുണ്ട്, ഒരു സെക്കൻഡ് ചിന്തിക്കാൻ എടുത്തിരുന്നെങ്കിൽ ഇത് ചെയ്യത്തില്ലായിരുന്നല്ലോ. और जब एक दूसरे को फंसाने के लिए भी सेवक लोग कोई भी मौका नहीं गंवाते हैं, तो मैं भी अपने माथे पर शिकन ला करके ऐसे हाथ रख करके सोचता हूं कि काश एक सेकंड ये बोलने से या करने से पहले इन लोगों ने सोचा होता. ഇവരെല്ലാം എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കേണ്ടതായിട്ടുണ്ട്. और ये बहुत जरूरी है कि ये तमाम लोग इफिसियों की पत्री 5वां अध्याय उसके 15वीं आयत को हम बड़े गंभीरता से पढ़ें. കാരണം 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പൗലോസ് അന്നത്തെ ദൈവമക്കളോട് പറഞ്ഞു, നിങ്ങൾ ദൈവമക്കളാണ് ശരി,
നിങ്ങൾക്ക് ദൈവകൃപയുണ്ട്, ശരി, കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട്, അതൊക്കെ ശരിയാ. പക്ഷേ ഡു നോട്ട് ടേക്ക് അൺനെസസറി റിസ്ക്. और ये पहली सदी में परमेश्वर के प्रेरित ने ये कहा था कि बेशक आप परमेश्वर के जन हैं, आप परमेश्वर के बंदे हैं, आप परमेश्वर के खादिम हैं, आप परमेश्वर के सेवक हैं, लेकिन कोई भी कार्य करने से पहले एक सेकंड बड़े गंभीरता से सोचिए कि आप क्या करने जा रहे हैं या क्या बोल रहे हैं. നിന്റെ വാക്കുകൾ നിമിത്തം മറ്റൊരാൾക്ക് ദോഷം വരരുത്. आपके मुंह से निकले हुए शब्दों की वजह से सामने वाले को तकलीफ नहीं होना നിന്റെ चाहिए. എഴുത്തുകൾ നിമിത്തം മറ്റൊരാൾക്ക് ദോഷം വരരുത്. और तू जो कुछ भी लिखता है वो दूसरों के लिए मुसीबत का वजह नहीं बनना चाहिए. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. क्योंकि हम एक ऐसे दौर में जी रहे हैं जहां पर हमें बहुत परख करके गंभीरता के साथ कदम बढ़ाना है. പൗലോസ് പറയുന്നു, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടക്കേണ്ടുന്ന और ദിവസങ്ങളാണ്. प्रेरित पौलुस ये साफ इफिसियों की पत्री के अंदर में लिखता है कि निर्बुद्धियों की नाई नहीं वरन बुद्धिमानों की तरह हम अपने कदम को आगे बढ़ाएं. അതിന്റെ അർത്ഥം നമ്മളെല്ലാം ഫിലോസഫേഴ്സ് ആകണമെന്നല്ല. इसका यह मतलब नहीं है कि हम लोग सब बड़े प्रकांड विद्वान बन जाएं. പിന്നെയോ പൗലോസ് ഉദ്ദേശം നമ്മളെല്ലാം ഡിസേൺമെന്റ് ഉള്ളവരായിരിക്കണം. लेकिन प्रेरित पौलुस ये चाहता है कि हम सब लोग जो हैं वो परखने वाली आत्मा के वरदान से भर നാം जाएं. ഓരോരുത്തരും കാലങ്ങളെയും സമയങ്ങളെയും വിവേചിച്ചറിയാൻ തക്കവണ്ണം വിമുക്തിയുള്ളവരായിരിക്കണം. हम लोग कम से कम इतने बुद्धिमान तो हो जाए कि जो काल आ रहा है, जो समय आ रहा है, जो मौसम बदल रहा है, जो परिस्थिति आ रही है, उसको परखने की या उसकी विवेचना करने की आत्मा हमारे अंदर में ഇന്ന് हो. രാത്രികാലം നമുക്ക് അതിനുവേണ്ടി തീരുമാനിക്കാം. आज रात्रि काल उसके लिए हम लोग निर्णय लें. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വാക്യം दूसरी बात जो मैं कहना चाहता हूं, 2 പത്രോസ് 1:19. दूसरा 2 പത്രോസ് 1:19. दूसरा पत्रस 1:19. उसका पहला अध्याय और उसका 19वां वचन, वहां पर यूं लिखा है, हमारे पास जो भविष्यद्वक्ताओं का वचन है वह इस घटना से दृढ़ ठहरा, तुम यह अच्छा करते हो जो यह समझकर उस पर ध्यान करते हो कि वह एक दिया है जो अंधियारे स्थान में उस समय तक प्रकाश देता रहता है जब तक कि पौ ना फटे और भोर का तारा तुम्हारे हृदयों में ना चमक उठे. രണ്ടാമതായിട്ട് ദുഷ്കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? और इस बुरे दौर में या जो ऐसा दौर चल रहा है जो नकारात्मक है, उसमें हमें क्या करना है? വചനത്തെ ഉള്ളിൽ കഴിയുന്നിടത്തോളം സംഗ്രഹിക്കാൻ ശ്രമിക്കണം. इस परमेश्वर के जीवित वचन को जहां तक हो सके हर संभव हम अपने इस हृदय की पट्टिकाओं के अंदर में अंकित करें. പത്രോസ് പറയാണ്, നീ അന്ധകാര സ്ഥലത്തൂടെ പോകുമ്പോൾ അത് നിന്നെ പ്രകാശിപ്പിക്കും. और प्रेरित पत्रस ये कहता है कि जब तू अंधकार से होकर के गुजरे तो वो तेरे लिए एक प्रकाश का या एक उजियारे का काम നിങ്ങളൊരു करे. പ്രശ്നത്തിന്റെ നടുവിലാകുമ്പോൾ और जब आप एक समस्याओं में घिर जाते ഒരു हैं ഫോൺ എടുത്ത് ഒരു കൂട്ടു സഹോദരനെ വിളിക്കാൻ ഒക്കാത്ത സാഹചര്യം വരുമ്പോൾ और एक ऐसा परिस्थिति निर्मित हो जाती है कि हम एक फोन उठा करके अपने दोस्त या सहयोगी को भी फोन नहीं कर पाते. എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് മറ്റൊരു ദൈവദാസനോട് സംസാരിക്കാൻ അല്ലെ ചോദിക്കാൻ ഒക്കാത്ത സമയം വരുമ്പോൾ और एक ऐसा वक्त आता है कि मैं फोन उठा करके अपने पास्टर से या अपने उस मित्र से फोन करके प्रार्थना करने का निवेदन करूं. നിന്റെ ഉള്ളിൽ നീ ദൈവത്തിന്റെ വചനത്തെ സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ लेकिन यदि പത്രോസ് तूने- പറയുന്നു അത് നിന്റെ പാതയെ Praise പ്രകാശമാക്കും. God, यदि तूने अपने उस परमेश्वर के जीवित वचन को अपने हृदय के अंदर में सहेज के रखा होगा तो वही वचन तेरे मार्गों में एक दिए का, एक उजियारे का काम करेगा. मेरे अजीजों, അത് നിങ്ങൾ വിശ്വസിക്കുന്ന കരങ്ങൾ ദൈവത്തെ यदि आप സ്തുതിച്ചാട്ട് विश्वास करते हैं तो अपने हाथ उठा करके उस जीवित प्रभु को महिमा दे. നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിൽ നിങ്ങൾ ഉൾക്കൊള്ളിച്ചു വെച്ചിരിക്കുന്ന വചനം നിങ്ങളോട് മിനിസ്റ്റർ ചെയ്യാൻ തുടങ്ങും. और आपके जहन के अंदर में जो वचन समाहित है या निहित है वही वचन आपके जीवन के अंदर में कारगर साबित होने जा रहा है. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് इसलिए പ്രകാശവുമാണ്. भजनकार ने अपने भजन संहिता के अंदर में लिखा है कि तेरा वचन मेरे मार्ग के लिए उजियारा और मेरे रास्ते के लिए दीपक का कार्य करता है. അതോട് ചേർന്ന് ഒരു വാക്യം കൂടി ഞാൻ കാണിച്ചു और തരാം. उसी के साथ एक और वचन में बताना चाहूंगा. യിരെമ്യാ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. यिर्मयाह नबी की किताब उसका 13-ാം അധ്യായം 16-17 വാക്യങ്ങൾ. उसका 13वां अध्याय और उसके 16 और 17वें आयत के अंदर में यूं लिखा हुआ है कि अपने परमेश्वर यहोवा की बड़ाई करो
इससे पहले कि वह अंधकार लाए और तुम्हारे पांव अंधेरे पहाड़ों पर ठोकर खाएं, और जब तुम प्रकाश का आसरा देखो तब वह उसको मृत्यु की छाया में बदल दे और उसे घोर अंधकार बना दे। पर यदि तुम इसे ना सुनो तो मैं अकेले में तुम्हारे गर्व के कारण रोऊंगा और मेरी आंखों से आंसुओं की धारा बहती रहेगी, क्योंकि यहोवा की भेड़ें बंधुआ कर ली गई हैं। നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞല്ലോ ആർക്കും പ്രവർത്തിക്കാനൊക്കാത്ത ഒരു രാത്രി വരുന്നുണ്ടെന്ന്. हमारे प्रभु यीशु मसीह ने कहा है कि एक ऐसी रात आने वाली है कि कोई भी बंदा कोई भी कार्य नहीं कर ആ पाएगा। രാത്രി ഇവിടെ എത്തുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? और वो रात यहाँ पहुंचने से पहले हमें क्या करना है? ഒന്നാമത് നമ്മൾ ശ്രദ്ധിച്ചു, ദൈവത്തിന് കഴിവുള്ളിടത്തോളം ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ ഉള്ളിൽ നമ്മൾ കയറ്റണം. और सबसे पहली बात और मुख्य बात हमने ये सुनी कि हम परमेश्वर के उस जीवित वचन को अपने हृदय के अंदर में सहेज के रखें। ആ അന്ധകാര യുഗത്തിൽ അത് നമ്മുടെ കാലിന് പാതയ്ക്ക് നമ്മുടെ പാതയ്ക്ക് അത് പ്രകാശമായി और മാറും. उस अंधकार रूपी मार्ग के अंदर में यही वो जीवित वचन है जो हमारे लिए प्रकाश पुंज का कारण बनेंगे। എങ്ങോട്ട് ചുവട് വെക്കണമെന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന വചനം നമുക്ക് പറഞ്ഞു തരും. और कहां हमें कदम रखना है वो हमारे अंदर जो वचन है वो वचन हमें प्रेरणा देंगे। ഒരുപാട് കാര്യങ്ങൾ പറവാൻ എന്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ बहुत सी പോകട്ടെ. बातें मुझे कहने की इच्छा तो हो रही है, लेकिन समय की सीमा निर्धारित है, इसलिए मैं समाप्त करना ഇവിടെ चाहूंगा। രണ്ടാമത് നമ്മൾ വായിച്ച വേദഭാഗത്ത് യിരെമ്യാ പ്രവാചകൻ നമ്മളോട് പറയുകയാണ്, ഇരുട്ട് ഇവിടെ വരുന്നതിന് മുമ്പേ നിങ്ങൾ ഒരു കാര്യം പഠിക്കണം, യഹോവയ്ക്ക് ബഹുമാനം കൊടുക്കാൻ പഠിക്കണം. और यिर्मयाह नबी ये साफ अपने वचन के माध्यम से हमसे कहना चाहता है कि वो अंधकार आने से पहले, वो रात आने से पहले हम अपने परमेश्वर यहोवा को जो आदर देना है, जो सम्मान देना है, वो सम्मान हम ആ दें। ബൈബിൾ തുറന്നു വെച്ചിട്ടുള്ള എല്ലാവരും വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. और जितने लोगों ने अपनी बाइबलों को खोल करके रखा है, यिर्मयाह नबी की किताब की उस वचन की ओर अपने ध्यान को लगाइए। അവിടുത്തെ പ്രവാചകന്റെ ഭാഷ നമ്മളെ വളരെ ചിന്തിപ്പിക്കുന്ന ഭാഷയാണ്. और भविष्यवक्ता ने जो शब्द या जिस भाषा का इस्तेमाल किया है वो हमें ഇരുട്ടാ- सोचने पे मजबूर करता है। ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങൾ ഇടറിപ്പോകുന്നതിനും മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുക്കാൻ और പഠിക്കണം. इससे पहले कि अंधेरे पहाड़ों पर ठोकर खाए, इससे पहले कि तुम्हारा वो प्रकाश का आसरा देखो, उस यहोवा परमेश्वर के ऊपर में अपने भरोसे को आप रखिए। അതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ പറയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസും കൂരിരുട്ടും വരുത്തും. और नहीं तो उसके मृत्यु की छाया में बदलगा और उसे घोर अंधकार वो बना देगा। ഇത്രയും മുന്നറിയിപ്പ് തന്നിട്ടും നമ്മളത് പാലിക്കുന്നില്ലെങ്കിൽ 17-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ഗർവം നിമിത്തം യഹോവയെ ഞാൻ കരയുമെന്ന്. और इतना बोलने के बावजूद भी यदि हम अनसुना करते हैं तो 17वीं आयत के अंदर में वो कहता है कि यदि तुम इसे ना सुनो तो मैं अकेले में तुम्हारे गर्व के कारण रोऊंगा। മനുഷ്യൻ ഇത്രയും അഹങ്കാരമുള്ള ഒരു നാള് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. और इंसान के अंदर में इतना ज्यादा घमंड इस दौर में जो है वो कभी भी देखा नहीं गया। പലപ്പോഴും എന്റെ പ്രസംഗങ്ങളിൽ 35 കൊല്ലമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പീസ് ബ്രിങ്സ് പ്രോസ്പെരിറ്റി. और मैंने 35 सालों से अपने प्रचार के अंदर में इस बात का जिक्र हमेशा किया है कि जो शांति होती है वही वृद्धि को, बढ़ोतरी को, आशीष को लेकर के आती കഴിഞ്ഞ ചില है। ദശകങ്ങളായിട്ട് വലിയ യുദ്ധങ്ങളൊന്നും ലോകത്തില്ല, അങ്ങനെയൊക്കെ ചെറിയ അടികൾ ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് ലോകവ്യാപകമായിട്ട് ഇപ്പോൾ വലിയ സമ്പൽ സമൃദ്ധിയാണ്. और अभी वहां पर जहां पर भी हम दुनिया में देखें कोई बहुत बड़ा युद्ध तो नहीं हो रहा, लेकिन बावजूद छोटे मोटे लड़ाइयों के भी हम लोग जो भी है एक अच्छी दुनिया के अंदर में जी रहे हैं। ഭാരതത്തിൽ എത്രമാത്രം സമ്പൽ സമൃദ്ധി ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. और हमें मालूम है कि हमारे भारत देश के अंदर में कितनी ज्यादा बढ़ोतरी और आशीषें मिली പക്ഷെ है। 4 കാശ് കൈ വന്നു കഴിയുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ ഗർവം നിറയുകയാണ്. लेकिन 4 पैसा जब हाथ में आ जाता है तो लोगों का मन घमंड से फूल जाता है। മനുഷ്യന് ഭയങ്കര അഹങ്കാരമാണ്. और उसके बाद इंसान के अंदर में वो घमंड सर चढ़ के बोलने लगता है ആരെയും ബഹുമാനമില്ല. और फिर वो किसी का आदर नहीं करता। ആ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ ബഹുമാനിക്കത്തില്ല. और जो अधिकार में बैठते हैं, जो आपके ऊपर में हैं, उनका भी सम्मान वो नहीं करते। രാഷ്ട്രീയ നേതാക്കളെ और ബഹുമാനിക്കത്തില്ല. जो राजनीतिक नेतागण है उसका भी आदर नहीं करते। ദൈവദാസന്മാരെ ബഹുമാനിക്കത്തില്ല. परमेश्वर के खादिमों का आदर नहीं करते। നമ്മളെക്കാട്ടിൽ പ്രായം കൂടിയവരെ ബഹുമാനിക്കത്തില്ല.
ബഹുമാനിക്കത്തില്ല. हमसे भी ज्यादा जो उम्र में बड़े हैं उनका सम्मान हम नहीं करते. വളരെ മാതൃകാപരമായ ഒരു സമൂഹമായിരുന്നു ഭാരതീയ സമൂഹം. और भारतीय समूह एक आदर्श समूह कहलाया जाता था. എന്നാൽ ഭാരതീയ സമൂഹത്തിൽ നിന്ന് പോലും ഇതെല്ലാം മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. लेकिन अभी धीरे धीरे ये सारी अच्छी बातें जो है वो मिटती चली जा रही है. നമ്മളെ സ്നേഹിക്കുന്ന ദൈവം ഇത് കണ്ടിട്ട് ഇറങ്ങി വന്ന് നമുക്ക് വാണിംഗ് തരികയാണ്. और हमसे प्रेम करने वाला वो प्रभु यीशु मसीह उतर के आ करके हमें वो चेतावनी दे रहा है. ഇന്ന് രാത്രികാലം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇറങ്ങി നിന്ന് നമുക്ക് വാണിംഗ് തരികയാണ്. और मेरा वो प्रभु यीशु मसीह मुझसे प्रेम करता है, आपसे प्यार करता है, इसलिए वो चेतावनी देना ഒരു चाहता है. ആത്മീയ അന്ധകാര യുഗം വരുന്നു. और एक आत्मिक अंधकार आने वाला है. കട്ട പിടിച്ച് ഇരുട്ടിന്റെ വ്യാപാരം വരുന്നു. और वो अंधकार का वो दौर आने वाला है. നിങ്ങളുടെ കാല് കല്ലിൽ തട്ടിപ്പോകുന്ന ദിവസങ്ങൾ വരുന്നു. एक ऐसा दिन आने वाला है कि तेरे पाँव में ठोकर लगने वाली है. മുന്നോട്ട് നോക്കിയാൽ ഇരുട്ടല്ലാതെ ഒന്നും കാണാൻ ഒക്കാത്ത और ദിവസങ്ങൾ आगे की വരുന്നു. ओर जब आप देखोगे अंधेरे के अलावा कुछ और आपको दिखाई नहीं देगा. അതിനു മുമ്പ് നിന്റെ ദൈവത്തെ ബഹുമാനിക്കാൻ നീ പഠിക്ക. उससे पहले अपने यीशु का आदर करना सीखें. അതിനു മുമ്പ് ദൈവത്തെ അന്വേഷിക്കാൻ നീ പഠിക്ക. उससे पहले अपने यीशु को खोजना सीखें. അതിനു മുമ്പ് ദൈവത്തിന്റെ കൃപ നേടാൻ നീ പഠിക്ക. और उससे पहले प्रभु यीशु मसीह के चरणों में आकर के सीखें. നിങ്ങൾ ഈ മുന്നറിയിപ്പ് ഏറ്റെടുത്തില്ലെങ്കിൽ ദൈവം പറയുകയാണ് ഞാൻ നിങ്ങളെ ഓർത്ത് കരയുമെന്ന്. यदि आप इस चेतावनी को ईमानदारी से नहीं लेते हैं तो परमेश्वर साफ रीति से आपको ये चेतावनी देना चाहता है मेरे प्रियो. ഇന്ന് രാത്രിയിൽ പലരെയും ഓർത്ത് ദൈവം കരയുന്നത് എനിക്ക് എന്റെ കണ്ണിന് മുമ്പിൽ എനിക്ക് കാണാൻ और मैं കഴിയുന്നുണ്ട്. अपनी आंखों से इस बात को देख करके समझ पाता हूं कि मेरा प्रभु यीशु मसीह कई लोगों की जिंदगी को देख करके रो रहा है. ദൈവമക്കളെന്ന് പേര് പറയുന്നവർ, और कहने के लिए तो वो परमेश्वर के लोग हैं, ദൈവദാസന്മാരെന്ന് പേര് പറയുന്നവർ, कहने के लिए तो वो परमेश्वर के सेवक हैं. ഉന്മാദം കൊണ്ട് ഗജവീരനെ പോലെ അഴിഞ്ഞാടുമ്പോൾ और इस तरीके से जब वो गर्व वो घमंड आपके सर छोड़ के बोलता है तो इस तरीके से डावाडोल मत होइए. അവരെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയം പൊട്ടുകയാണ്. लेकिन उनको भी प्यार करने वाला मेरा यीशु का दिल आज टूट रहा है मेरे അവരെ प्रियो. സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയം പിടയുകയാണ്. आज रात मेरे यीशु का दिल आज रो रहा है. അവിടെ മുമ്പിൽ വരാൻ പോകുന്ന ഇരുട്ടിനെ അവർ കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കുകയില്ലായിരുന്നല്ലോ. उनके सामने आने वाले अंधकार को वो पहले देख करके भांप लेते तो शायद वो ना करते. ദൈവമക്കളെ നമുക്ക് നമ്മളെ തന്നെ ദൈവസ്ഥനിൽ താഴ്ത്താം. परमेश्वर के जनों, हम अपने आप को परमेश्वर की हुजूरी में बड़े हलीम करें, नम्रता के साथ में നമ്മുടെ समर्पित करें. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമുക്ക് ദൈവത്തിന് और अपने കൊടുക്കാം. परमेश्वर को जो महिमा हमें देना है वो महिमा हम उसके चरणों में चढ़ाएं. വളരെ വേഗത്തിൽ രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ और നിർത്താം. बहुत जल्दी एक दो बातें और आपके सामने रखना चाहता हूं. യെശയ്യാ പ്രവചനം 21 അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ. यशाया नबी की किताब उसका 21वां अध्याय और उसके 11 और 12 वचन में यूं लिखा है कि दूमा के विषय भारी वचन, सेईर में से कोई मुझे पुकार रहा है, हे पहरुए रात का क्या समाचार है, हे पहरुए रात की क्या खबर है. पहरुए ने कहा भोर होती है और रात भी, यदि तुम पूछना चाहते हो तो पूछो, फिर लौट कर आना. ഈ ദിവസങ്ങൾ എന്നുള്ള ദിവസങ്ങളാണ്? ये जो दिन है वो किस तरह के दिन होंगे? മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്ന നമ്മളൊക്കെ കാവൽക്കാരായി മാറേണ്ടുന്ന ദിവസങ്ങളാണ്. तीसरी बात जो मैं आपसे कहना चाहता हूं कि हम जो प्रभु यीशु मसीह को पहचानने वाले लोग हैं उनके लिए कहना चाहता है कि हम रखवालों के तौर पर नियुक्त है या मुकर्रर हैं. ധാരാളം കാര്യങ്ങൾ പറയാൻ എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ मेरे मन സമയമില്ല. के अंदर में बहुत सारी बातें आ रही है बताने के लिए कि ഈ समय ദിവസങ്ങളിൽ नहीं है. നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. आप लोगों के ऊपर में एक जिम्मेदारी है. അടുത്തിരിക്കുന്ന ആളുടെ കാര്യം കൈ കൊടുത്തിട്ട് പറ, നിങ്ങൾക്കൊരു ദൗത്യമുണ്ട് ജീവിതത്തിൽ. आपके बगल में जो बैठे हुए हैं उनको हाथ दे करके बोलिए कि आपके जीवन में एक जिम्मेदारी है. പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന ആളിനോട് പറ, നിനക്ക് ജീവിതത്തിൽ ഒരു ദൗത്യമുണ്ട്. आपके बगल में जो है उन्हें हाथ दे करके बोलिए कि आपके जीवन में एक जिम्मेदारी है. അപ്പൊ അങ്ങേ സൈഡിക്കുന്ന ആളിന് കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ട് നീ ദൈവത്തിന്റെ കാവൽക്കാരനാ. और आपके इस तरफ जो बैठे हुए हैं उसको आप बोलिए देख करके कि आप परमेश्वर के रखवाले हैं. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. നിങ്ങളെ ദൈവം കാവൽക്കാരായി നിയമിച്ചിരിക്കുകയാണ്. क्योंकि मेरे प्रभु ने आपको चौकीदार या रखवाले की तरह मुकर्रर किया. നിങ്ങളാണ് ലോകത്തെ വിവേചിക്കേണ്ടത്. क्योंकि आपका काम है, आपकी जिम्मेदारी है. കാലങ്ങളെയും സമയങ്ങളെയും വിവേചിക്കാനുള്ള വരം എനിക്ക് നിങ്ങൾക്കുമാണ് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. ये परमेश्वर के पवित्र आत्मा ने मुझे और आपको ये जिम्मेदारी दिया है कि समय, कालखंड और परिस्थितियों की विवेचना करें, उसको परख करके हम समझें. കാവൽക്കാര രാത്രി എന്തായി എന്ന്
ചോദിക്കേണ്ടത് എന്നോടും നിങ്ങളോടുമാണ്. ओ रखवाले, हे रखवाले, रात को क्या हुआ, ये जो सवाल है वो मुझसे और आपसे किया जाएगा. ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കേണ്ടതും നമ്മളാണ്. और जब सवाल किया जाएगा तो जवाब भी हमें देना है. എന്താണ് മറുപടി എന്നറിയാമോ? और ये जवाब क्या होगा? ലോകത്തിൽ വലിയൊരു ഡിവിഷൻ വരാൻ പോകുന്നു. कि इस दुनिया के अंदर में एक बड़ा हिस्सा होने जा रहा है. ലോകത്തിൽ വലിയൊരു ഡിവിഷൻ വരാൻ പോകുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. दुनिया जो है वो बड़ी विभाजित होने जा रही है. ചിലർക്ക് ഒരു പ്രഭാത ഉദിക്കാൻ പോകുന്നു. और कुछ लोगों के लिए एक नई सुबह होने जा रही है. ചിലർക്ക് രാത്രി വർദ്ധിക്കാൻ പോകുന്നു. और कुछ लोगों के जीवन में वो रात लंबी होने जा रही है. ഹല്ലേലൂയ. हालेलुया. ചിലർ അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് പോകാൻ और പോകുന്നു. कुछ लोग अंधकार से अंधकार की ओर जाएंगे. ചിലർക്ക് ഒരു പ്രഭാതം വരാൻ പോകുന്നു. लेकिन कुछ लोगों के जीवन में एक नई एक अल सुबह आने जा रही है. അതിനെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ തന്നെ പറഞ്ഞ പ്രഭാത സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ എഴുന്നേൽക്കുന്ന ദിവസം വരുന്നു. और इसलिए वो यशाया नबी कहता है कि वो सूरज के समान एक ऐसा उजियारे भरा दिन हमारे जीवन में നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിനെ കാത്തിരിക്കുന്ന നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സുപ്രഭാതം അണയാറായി. उस प्रभु यीशु मसीह के आमद की बाट जोने वाले हम सबों के जीवन में एक वो नई सुबह आने वाली है. എന്നാൽ അനേക സമയം സുവിശേഷത്തിന്റെ സന്ദേശം കേട്ടിട്ട് യേശുവിനെ തള്ളിക്കളഞ്ഞവർ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിപ്പെടാൻ പോകുന്ന लेकिन സമയം വരാൻ പോകുന്നു. इतने लंबे समय से प्रभु यीशु मसीह के जीवित सुसमाचार को सुनने के बावजूद यदि हमने उसे ठुकरा दिया, दरकिनार कर दिया है, तो ये बात सुनिश्चित मान लीजिए कि एक अंधकार से एक लंबे अंधेरी रात में आप जाने जा रहे हैं. അതാണ് ദൈവദാസന്മാരെ നമുക്കുള്ള സന്ദേശം. അതാ इसलिए परमेश्वर के सेवकों, आज रात ये संदेश हमारे लिए നമുക്കുള്ള സന്ദേശം. അതാ हमारे लिए यही संदेश है. നമ്മളെ കാവൽക്കാരായി തലമുറകൾ നിർത്തിയിരിക്കുന്ന ഈ സന്ദേശം പറയാനാ. इस पीढ़ी में यदि हमें रखवाले के तौर पे मुकर्रर किया है तो यही संदेश कहने के लिए. ഏത് സന്ദേശം? कौन सा संदेश? കാർ കിട്ടുമെന്നുള്ള സന്ദേശമല്ല, कार मिलेगी ये संदेश नहीं മോട്ടോർ देना. സൈക്കിൾ കിട്ടുമെന്നുള്ള സന്ദേശമല്ല. बाइक मिलेगी ये नहीं देना है. പിന്നെ ഏത് സന്ദേശമാണെന്ന് അറിയാമോ? कौन सा संदेश कहना है? യേശു മടങ്ങി വരാറായി. कि मेरा यीशु आने वाला है. യേശു മടങ്ങി വരാൻ പോകുന്നു. यीशु आने वाला है. യേശു മടങ്ങി വരുമ്പോൾ ഈ ലോകത്തിൽ വലിയൊരു വിഭജനം और നടക്കും. जब मेरा यीशु आएगा इस दुनिया को वो विभाजित करेगा. ചിലർക്കത് പുനരുത്ഥാനത്തിന്റെ സുപ്രഭാതമായിരിക്കും. कुछ लोगों के लिए पुनरुत्थान की वो नई सुबह होगी. എന്നാൽ മറ്റനേകർക്ക് അത് അന്ധകാരം, ഏറ്റവും പുറത്തുള്ള അന്ധകാരത്തേക്ക് തള്ളപ്പെടുന്ന ദിവസമായി മാറും. लेकिन बहुतेरे लोगों के लिए अंधकार की ओर जाने वाली वो रात होगी. ഈ സന്ദേശം പറയാൻ നിങ്ങളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ഈ തലമുറയിൽ यही संदेश कहने के लिए इस पीढ़ी में आपको मेरे परमेश्वर ने नियुक्त किया है. ഇവിടെ ഇരിക്കുന്ന എല്ലാ വേലക്കാരുടെയും കരങ്ങളൊന്ന് കാണട്ടെ. यहाँ पर जितने सेवक बैठे हैं, परमेश्वर के सेवक जितने हैं, अपने हाथों को उठाएं. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. अपने हाथों को ऊपर उठा के रखें. ഉയർത്തിപ്പിടിച്ചാട്ടെ കരം. अपने हाथों को ऊंचा रखिए. ഇന്ന് രാത്രികാലം ഈ ദൂത എടുത്താട്ടെ. आज रात्रि काल इस संदेश को अपने जहन में लीजिए. നിങ്ങൾക്കൊരു സന്ദേശമുണ്ട്. आपके लिए एक संदेश है. ഏത് സന്ദേശം? कौन सा संदेश? യേശു മടങ്ങി വരാൻ പോകുന്നു. मेरा यीशु वापिस आने जा रहा है. യേശു മടങ്ങി വരുമ്പോൾ വലിയൊരു വിഭജനം ഈ ലോകത്തിൽ നടക്കാൻ जब പോകുന്നു. मेरा यीशु वापिस आएगा इस दुनिया को वो विभाजित करेगा. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന പുനരുത്ഥാനത്തിന്റെ സുപ്രഭാതം വരുന്നു. और मेरे प्रभु यीशु मसीह के दूसरी आमद की बाट जोने वालों के लिए एक नई सुबह होने जा रही है. അവനെ തള്ളിക്കളയുന്ന ന്യായവിധിയുടെ അന്ധകാരത്തിലേക്ക് പോകാൻ और പോകുന്നു. जो उसको धुतकार देंगे, ठुकरा देंगे, उनके लिए न्याय सिंहासन भी तैयार है. ഈ സന്ദേശം വിശ്വസ്തയോടുകൂടെ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ ഘോഷിക്കാം എന്ന് ജീവിതം തീരുമാനിക്കുന്നവർ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ട്. और अपने जगह में ईमानदारी से खड़े होकर के इस निर्णय को लीजिए और कहिए कि ये जो संदेश है मैं अपने ता उम्र पूरी ईमानदारी से इस दुनिया के अंदर में कहूंगा. അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് നിന്നാട്ട്. यदि आप ईमानदारी से निर्णय लेते हैं तो अपने पांव पे खड़े हो जाइए. ഈ സന്ദേശം ഞാൻ വിശ്വസ്തയോടുകൂടെ വിളിച്ചു പറയും ഈ സന്ദേശം എന്ന് ജീവിതം തീരുമാനിക്കുന്നവർ എഴുന്നേറ്റ് നിന്നാട്ട്. पूरी ईमानदारी से इस दुनिया में इस संदेश को मैं पहुंचाऊंगा. यदि आप दिल से कहते हैं खड़े हो जाइए. ഹല്ലേലൂയ. हालेलुया. കാര്യങ്ങളെ നിങ്ങളുടെ നെഞ്ചത്തോട്ട് വെച്ചാട്ട്. अपने हाथ को अपने सीने पे रखिए. ഞങ്ങൾ പറയുന്ന വാചകം ഏറ്റു और പറഞ്ഞാട്ട്. जो हम कहते हैं वो हमारे पीछे दोहराइए. എന്നെ സ്നേഹിക്കുന്ന കർത്താവേ, मुझे प्रेम करने वाले प्रभु. ആ ജോജി പറയുന്നത് ഹിന്ദിയിൽ പറയുന്നത് നിങ്ങൾ मैं जो कह रहा हूं हिंदी में आप दोहराइए. मुझे प्यार करने वाले प्रभु. എന്നെ നിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചത് കൊണ്ടും സ്തോത്രം. मुझे आपने अपनी सेवा के लिए चुना, इसलिए धन्यवाद. ഒരു സന്ദേശം നീ എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ട് സ്തോത്രം. एक संदेश आपने मुझे दिया, इसलिए धन्यवाद. ഒരു കാവൽക്കാരനായി എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് സ്തോത്രം. एक रखवाले के तौर पर
बोलिए, एक रखवाले के तौर पर मुझे चुना, इसलिए धन्यवाद। എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ സന്ദേശം വിശ്വസതയോടെ വിളിച്ചു പറവാൻ എന്നെ നീ സഹായിക്കണം. मेरी जिंदगी के अंतिम समय तक इस संदेश को ईमानदारी से इस पूरी दुनिया में मैं सुनाऊंगा। ആ തീരുമാനം എടുത്ത എല്ലാവരും കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. जिन्होंने निर्णय लिया, अपने तालियां बजा करके उस प्रभु को हम महिमा दें। Come on, come on, come on, come on, clap your जोरों से hands. तालियां बजाएं, उस प्रभु की Hallelujah. महिमा हम करें। എല്ലാവരും വായി തുറന്ന് ദൈവത്തെ अपने मुंह സ്തുതിച്ചാട്ടെ. को खोल करके उस परमेश्वर को हम महिमा दें। Come on, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. हम अपने प्रभु को धन्यवाद दें, उसकी महिमा करें। मेरा अजीजों, ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മീറ്റിംഗിനെ ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. आप लोगों के लिए प्रार्थना करने के बाद इस मीटिंग का उद्घाटन प्रार्थना करके मैं करना കർത്താവേ, चाहता നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. हूं। प्रभु जी, इस अच्छी रात के लिए हम धन्यवाद देते हैं। ഞങ്ങളെ വീണ്ടും നീ ഒന്നിച്ചു കൂട്ടിയിരിക്കാൻ സ്തോത്രം. आपने फिर से हमें एकत्रित किया, इसलिए ഈ धन्यवाद। കോൺഫറൻസിന്റെ ആരംഭ സമയത്ത് തന്നെ നിന്റെ വചനത്തോടെ ഞങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് സ്തോത്രം. इस कॉन्फ्रेंस की शुरुआत से ही आप अपने वचन के द्वारा हमसे बात कर रहे हैं, इसलिए धन्यवाद। നിന്റെ വചനം ഞങ്ങളെ ചലഞ്ച് ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. और आपका ये वचन हमें चुनौती देता है, इसलिए ഇന്ന് धन्यवाद। രാത്രികാലം ജീവിതത്തിൽ തീരുമാനമെടുത്ത എല്ലാ ഈ ദൈവദാസന്മാർക്കും ദാസിമാർക്കുമായിട്ട് സ്തോത്രം. और आज रात्रिकाल इस वचन के आधार पर जितने भी सेवक ने, सेविकाओं ने निर्णय लिया, उनके लिए, उनके जीवन के लिए हम धन्यवाद देते हैं। അന്ത്യശ്വാസം വരെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽപ്പാൻ നീ അവരെ സഹായിക്കണമേ. वे अपनी अंतिम सांस तक इसी निर्णय पर कायम रहने ഈ पाए। കോൺഫറൻസിനെ ഏറ്റവും വലിയൊരു വിജയമാക്കി തീർക്കണമേ. ये कॉन्फ्रेंस हमारे जिंदगी की एक सफलता का परचम लहराने पाए। തുടർന്നുള്ള എല്ലാ വചന ശുശ്രൂഷകളെയും നീ അനുഗ്രഹിക്കണമേ. आने वाले तमाम सेवकायों के ऊपर में आपकी बरकत हो। ഞങ്ങൾ വലിയ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് മടങ്ങി പോവാൻ ഞങ്ങൾക്കിടയാകണമേ. बड़ी लूट के साथ, बड़ी आशीष के साथ हम यहाँ से जाने पाए। നിന്റെ നാമം ഞങ്ങളുടെ മധ്യേ ഉയർന്നിരിക്കണമേ. आपका नाम हमारे बीच में महिमा पाए। സകല മാനവും മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. सारी महिमा और आदर हम आपको देते हैं। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ 30ാമത് IPC MB സ്റ്റേറ്റ് കോൺഫറൻസ് ദൈവനാമത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. और पिता, पुत्र, पवित्र आत्मा के वसीले से IPC मध्य प्रदेश राज्य के 30वें वार्षिक महासम्मेलन को हम प्रभु यीशु मसीह के चरणों में समर्पित करके उद्घाटन करते हैं। സകല മഹത്വം അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ सारी കർത്താവേ. महिमा हम आपके चरणों में चढ़ाते हैं। യേശുവിന്റെ നാമത്തിൽ यीशु के नाम से मांगते हैं, ആമേൻ. आमीन।